ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ ജഡ്ജ്മെന്റ് സംബന്ധിച്ചുള്ള ഊമക്കത്തുകൾ കേരളത്തിലെ പല പ്രമുഖർക്കും മുൻ ന്യായാധിപർ, ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു അവർക്കൊക്കെ ഈ എഴുത്ത് കിട്ടിയത്. അപ്പോ പിന്നെ ഒരു ജഡ്ജ്മെന്റിനെതിരെ ഇത്ര മാത്രം, അതായത് ജഡ്ജ്മെന്റിനെതിരെ അല്ല, ജഡ്ജിക്കെതിരെ ഇത്രമാത്രം ആക്രമണം വിഭാഗം നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിശക്തരും, അവർക്ക് ഒരു വലിയ കൂട്ടായ്മയില്ലേ എന്ന് അല്ലേ സംശയിക്കേണ്ടത്. അല്ല, ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന വളരെ ദുർബലയായ ആക്രമണത്തിന് വിധേയമായി ഇര ആക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഏകപക്ഷീയം ഇങ്ങനെ ഒരു സംഘടിത ആക്രമണം നടത്താനുള്ള ശേഷിയില്ല. അപ്പൊ മറ്റാരോ ഈ അവസരം ഉപയോഗിച്ച് ഭീഷണിയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചതല്ലേ? അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഈ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം, സാമൂഹിക അതുപോലെ മാധ്യമങ്ങൾ വഴിയുള്ള ആക്രമണം, സമൂഹത്തിലെ പ്രസംഗത്തിലൂടെയും മറ്റു രീതിയിലൂടെയുള്ള ആക്രമണം, ഇതിൽ നിന്നൊക്കെ തെളിയുന്നത്. എൻ്റെ ഒരു ന്യായമായ സംശയം, ഇങ്ങനെ ഒരു കേസിൽ ഇത് സംഭവിക്കാമോ? സംഘടിതമായ ഒരു ശക്തിക്ക് ഭാവിയിൽ ഏത് ജഡ്ജിയെയും ഭീഷണിപ്പെടുത്താൻ കഴിയും. കാരണം ജഡ്ജി ഇനി വിധി പറയാൻ പോകുന്നത് മുൻപിൽ വരുന്ന തെളിവുകളുടെയോ അല്ലെങ്കിൽ അതിലൂടെ അവർ സത്യത്തിലേക്ക് എത്തുന്ന നിഗമനങ്ങളിലൂടെ ആവില്ല. സമൂഹത്തിലെ ചില ശക്തരെ പ്രീതിപ്പെടുത്താൻ താൻ ഇങ്ങനെ ഒരു നിഗമനം, ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് എഴുതിയാലേ പറ്റൂ എന്നുള്ള തരത്തിൽ വരുമ്പോൾ അധികാരത്തിലിരിക്കുന്ന ഭരണകക്ഷിക്കായിരിക്കും അതിന്റെ മേന്മ ലഭിക്കും.